സൗമ്യയുടെ കൊലപാതകം മലയാളികൾക്കിടയിൽ ഉണ്ടാക്കിയ ഞെട്ടൽ ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടും മാറിയിട്ടില്ല. ട്രെയിനിലെ സ്ത്രീ സുരക്ഷയെപ്പറ്റി നമ്മൾ അന്ന് മുതൽ ചർച്ച ചെയ്യുന്നതാണ്. ഇത്തരം ആശങ്കകളെല്ലാം ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു എന്നതാണ് ഇന്നലെ കേരള എക്സ്പ്രസിൽ ഉണ്ടായ സംഭവങ്ങൾ. വാതിലിന് സമീപത്ത് നിന്ന് മാറിക്കൊടുത്തില്ല എന്ന പേരിൽ ട്രെയിനിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ടായിരുന്നു മദ്യപന്റെ ക്രൂരത. ട്രാക്കിൽ തലയിടിച്ച് വീണ യുവതിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ട്രെയിൻ യാത്രയിൽ സ്ത്രീ സുരക്ഷ ഇപ്പോഴും അകലെയാണോ? ട്രെയിനുകളിൽ വേണ്ടത്ര RPF-നെയും റെയിൽവേ പോലീസിനെയും വിന്യസിച്ചിട്ടില്ലേ? ആദ്യം RDX റാപ്പിലേക്ക്. ആക്രമണത്തിനിരയായ യുവതി യാത്ര ചെയ്തിരുന്ന കേരള എക്സ്പ്രസിൽ സുരക്ഷയ്ക്കായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. ട്രെയിനിൽ RPF-ന്റെയോ കേരള റെയിൽവേ പോലീസിന്റെയോ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നില്ല. ക്രൈം പാറ്റേൺ അനുസരിച്ചാണ് പോലീസിനെ വിന്യസിക്കുന്നതെന്നും സാധാരണ കുറ്റകൃത്യങ്ങൾ നടക്കാത്ത ട്രെയിനുകളിൽ പോലീസുകാരെ വിന്യസിക്കാറില്ലെന്നുമാണ് RPF-ന്റെ വിശദീകരണം. യുവതി ആക്രമിച്ച സുരേഷ് കുമാറിനെതിരെ വധശ്രമത്തിനുള്ള വകുപ്പ് ചുമത്തി കേസെടുത്തു. കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മദ്യപിച്ചു കയറിയ പ്രതി സുരേഷ് കുമാർ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടിയെറിഞ്ഞതെന്ന് പോലീസ് FIR-ൽ വ്യക്തമാക്കുന്നു. ട്രെയിനിലെ ശുചിമുറിക്ക് സമീപം നിന്ന് യുവതിയെ ഒരു പ്രകോപനവുമില്ലാതെ പ്രതി ആക്രമിക്കുകയായിരുന്നെന്ന് ദൃക്സാക്ഷികളും മൊഴി നൽകി. കുറ്റസമ്മതം നടത്തിയ പ്രതിയെ ട്രെയിനിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ തിരിച്ചറിഞ്ഞു. യുവതിയുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചനയെയും ഇയാൾ തള്ളിയിടാൻ ശ്രമിച്ചിരുന്നു. ആക്രമണ വിവരം യാത്രക്കാരാണ് പോലീസിനെ അറിയിച്ചത്. തെരച്ചിലിൽ അയന്തി പാലത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും അബോധാവസ്ഥയിൽ യുവതിയെ കണ്ടെത്തി. യുവതിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണം തള്ളുന്നതാണ് ആശുപത്രിയുടെ വിശദീകരണം. RDX റാപ്പ് ന്യൂസ് മലയാളം. ഗുരുതരമായി പരിക്കേറ്റ യുവതിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നൽകുന്ന ചികിത്സയിൽ തൃപ്തരല്ലെന്ന് കുടുംബം പറയുന്നു. മികച്ച ചികിത്സ ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്ന് യുവതിയുടെ അമ്മയും ബന്ധുക്കളും വൈകാരികമായി ആവശ്യപ്പെട്ടു. ഒരു ഡെഡ് ബോഡി കിടക്കുമ്പോഴേ സത്യമായി എൻ്റെ കൊച്ചവിടെ കിടക്കണത് അതെനിക്കറിയാം. അങ്ങനെയാണ് കിടക്കണത്. പാതി കണ്ണടച്ച് ഒരു തൊടുമ്പോൾ ഫുൾ ഐസാണ്. എനിക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ കൊച്ചിന് നല്ലൊരു ബെറ്റർ ചികിത്സ കിട്ടണം. അതിപ്പോൾ ഇവിടെ ആയാലും എവിടെ ആയാലും എങ്ങോട്ടായാലും എനിക്ക് നല്ലൊരു ചികിത്സ കിട്ടണം. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം. എനിക്ക് എൻ്റെ കൊച്ചിനെ ജീവനോടെ വേണം. അതിന് എന്ത് അവർ ചെയ്തിട്ടാണ് എനിക്ക് എൻ്റെ കൊച്ചിനെ ജീവനോടെ വേണം. യുവതി അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ CG ജയചന്ദ്രൻ പറഞ്ഞു. തലച്ചോറിൽ ചതവുകളുണ്ട്. പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സംഘമാണ് പെൺകുട്ടിയെ ചികിത്സിക്കുന്നത്. ചികിത്സ തൃപ്തികരമല്ലെന്ന് അമ്മ പറഞ്ഞതിന്റെ കാരണം അറിയില്ലെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. ഇപ്പോൾ മെയിൻലി ഹെഡ് ഇഞ്ചുറിയാണ് കിട്ടിയിരിക്കുന്ന ഫൈൻഡിങ്. അതുപ്രകാരം പേഷ്യൻറ്റിനെ സർജിക്കൽ ICU-ലേക്ക് മാറ്റി വെന്റിലേറ്റ് ചെയ്തു. അതിനുശേഷം ഇന്ന് മോർണിംഗിൽ മൾട്ടി ഡിസിപ്ലിനറി ICU-ൽ ഒരു ബെഡ് ഒഴിവായപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പേഷ്യൻ്റ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ആ ബ്രെയിനിൻ്റെ കണ്ടീഷൻ വെച്ച് നമുക്കിപ്പോൾ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാനേ പറ്റത്തുള്ളൂ. പേഷ്യൻ്റ് ക്രിട്ടിക്കലാണ്. ഡാറ്റ ഷീറ്റിലേക്കാണ്. കേരളത്തെ ഞെട്ടിച്ച ക്രൂരത. ഞായറാഴ്ച രാത്രിയാണ് 8:45 കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടത്. വർക്കല അയന്തിക്ക് സമീപം ട്രെയിൻ എത്തിയപ്പോൾ മദ്യപൻ സുരേഷ് കുമാറിന്റെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ട്രാക്കിൽ തലയടിച്ച് വീണ് പരിക്കേറ്റ യുവതിയെ കൊല്ലത്തേക്കുള്ള മെമു ട്രെയിനിൽ വർക്കല സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. സുരേഷ് കുമാറിനെ കസ്റ്റഡിയിലെടുത്തത് കൊച്ചുവേളിയിൽ വെച്ചാണ്. 19-കാരിക്ക് ഒപ്പമുണ്ടായിരുന്ന അർച്ചനയെയും സുരേഷ് കുമാർ തള്ളിയിടാൻ ശ്രമിച്ചു. കമ്പിയിൽ പിടിച്ചു നിന്ന അർച്ചനയെ മറ്റു യാത്രക്കാർ പിടിച്ചു ട്രെയിനിലേക്ക് വലിച്ചു കയറ്റുകയായിരുന്നു. സർക്കാരിന്റെ ഇടപെടൽ ഈ വിധത്തിലാണ്. യുവതിക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി കഴിഞ്ഞു. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ചികിത്സ തുടരാൻ മന്ത്രി ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അർച്ചന, ഇത് മനുഷ്യൻ്റെ ജീവന് ഇത്തരം നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ യാത്രാമാർഗമായിട്ടുള്ള ട്രെയിനിൽ എന്ത് വില എന്ന ചോദ്യം ആവർത്തിച്ചുയരുന്നതാണ്. അറ്റ്ലീസ്റ്റ് മറ്റ് സംസ്ഥാനങ്ങളിലെ അവസ്ഥ കേരളത്തിലില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ട്? ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ പല സ്ഥലത്തും ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. പല സ്ഥലത്തു നിന്ന് പല വാർത്തകൾ ഇങ്ങനെ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. പ്രധാനമായും ഈ ഓവർ ക്രൗഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും പല വാർത്തകളും വരുന്നത്. അങ്ങനെയാണ് ഈ സംഘർഷങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്, തർക്കത്തിലേക്ക് പോകുന്നത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അവിടെ പെട്ടെന്ന് അതിനെ പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ ഉണ്ടാവാൻ തക്കവണ്ണമുള്ള ഒരു അലാം സംവിധാനമോ മറ്റെന്തെങ്കിലുമോ, അല്ലെങ്കിൽ അവിടെ ഈ കമ്പാർട്ട്മെൻറ്റുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ, റെയിൽവേ
പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഒരു സാന്നിധ്യമോ ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിമർശനം പലപ്പോഴും ഉയർന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ സാഹചര്യത്തിൽ സൗമ്യയുടെ സംഭവത്തിന് ശേഷം കുറേ കൂടി കാര്യക്ഷമമായി പോലീസിൻ്റെ ഒരു ഒരു നിരീക്ഷണമൊക്കെ കുറേ കൂടി കാര്യക്ഷമമായി ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ പലപ്പോഴും തിരക്കേറിയ ട്രെയിനുകളിൽ എപ്പോഴും അത് സാധ്യമാവുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം, മദ്യപിച്ച് ഇത്തരം ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ആളുകളെ സമ്പൂർണ്ണമായി വിലക്കാൻ നിയമമുണ്ട്. ഇപ്പോൾ റെയിൽവേ ആക്ട് അനുസരിച്ച് മദ്യപിച്ചിട്ട് ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പാടില്ല. അപ്പോൾ അത്തരത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളെ കണ്ടെത്തിയാൽ സാധാരണ, അതായത് മദ്യപിച്ച് ട്രെയിനിൽ യാത്ര ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള ആളുകളെ പിടികൂടുന്നത്. ആ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാകുന്നത് നല്ലത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും. ഈ ലഹരി ഉപയോഗം പൂർണ്ണമായും ട്രെയിനുകളിൽ നിരോധിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ലഹരി ഉപയോഗിച്ച ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല. നമ്മളുടെ ഈ ട്രെയിനുകളിൽ മാത്രമല്ല കേട്ടോ, ഈ കാര്യത്തിൽ നമ്മളിപ്പോൾ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ KSRTC ബസ്സുകളിലും ഈ അത്തരം പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളിലെല്ലാം മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നവരും കുഴപ്പമുണ്ടാക്കുന്നവരും മറ്റാളുകളുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്നവരും അപമര്യാദയായി പെരുമാറുന്നവരുടെയൊക്കെ എണ്ണം വളരെ വലുതാണ്. ലഹരി ഉപയോഗിച്ചിട്ട് സ്വസ്ഥമായി സ്വതന്ത്രമായി വീട്ടിലിരിക്കുക എന്നോ അല്ലെങ്കിൽ അതിനുവേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലത്തിരിക്കുക എന്നതോ ആണ് ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റേത് പൊതു ഇടത്തിലേക്കുമുള്ള അത്തരത്തിലുള്ള കടന്നുകയറ്റത്തെ ചെറുക്കാനും തടയാനും വേണ്ട ഇടപെടലോ നിയമമോ അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് തന്നെയാണ് ഒരു സംശയവുമില്ലാതെ പറയാനുള്ളത്. അല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ ട്രെയിനിൽ ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളുടെ എണ്ണം താരതമ്യേന കുറവാണ്. അത് പലപ്പോഴും പല പഠനങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ട്രെയിനിൽ എപ്പോഴും എന്താണ് യാത്രക്കാർക്കാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു അക്രമ സംഭവങ്ങൾക്ക് ഇരയാവേണ്ടി വരിക, എന്തെങ്കിലുമൊക്കെ ഒരു സംഘർഷത്തിലൊക്കെ ചെന്ന് പെടേണ്ടി വരിക. അവർ മറ്റൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലായതുകൊണ്ട് തന്നെ അവർ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ അവരവിടെ വിട്ടുകളഞ്ഞിട്ട് അവരുടെ യാത്ര തുടരുക എന്നതാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ഇത്തരം കുറ്റകൃത്യങ്ങൾ താരതമ്യേന ഒരു സംഭവിച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത അവസ്ഥയും ഉണ്ട്. RPF പലയിടത്തും കാര്യക്ഷമമായൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും RPF കൂടിയാണ് പ്രതിപട്ടികയിൽ വരാറുള്ളത്. RPFൻ്റെ തന്നെ ട്രെയിനിലെ പെരുമാറ്റം സംബന്ധിച്ചുള്ള പല ആരോപണങ്ങളും ദൃശ്യങ്ങൾ സഹിതമുള്ള തെളിവുകളുമൊക്കെ പല ഘട്ടങ്ങളിലായി പുറത്തു വന്നതാണ്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാൻ വേണ്ട കർശനമായ നടപടികളിലേക്കും നിയമങ്ങളിലേക്കുമാണ് പോകേണ്ടത്. തീർച്ചയായും ഇത്തരത്തിൽ ഒരു പരിധിക്കപ്പുറത്ത് ഇപ്പോൾ മദ്യപിക്കുക, ഒരു പെഗ്ഗടിച്ചിട്ട് ഒരാൾ ട്രെയിനിൽ കയറിയ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ അയാളെ പിടികൂടണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ മദ്യപിച്ച് യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. അതായത് ഈ സ്വബോധത്തിലല്ലാതെ പെരുമാറുന്ന ഒരാളെ കണ്ടെത്തിയാലെങ്കിലും RPF ട്രെയിനിൽ പിന്നീട് യാത്ര തുടരാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഉറപ്പായും എനിക്കും ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇതിലിപ്പോൾ RPF പറയുന്ന ഒരു കാര്യം, നമ്മൾ ഈ ട്രെയിനുകളിൽ സ്ഥിരമായി കുറ്റകൃത്യം നടക്കുന്ന ട്രെയിനുകളിൽ ആ പാറ്റേൺ അനുസരിച്ചാണ് ആളുകളെ വിന്യസിക്കുക, സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുക എന്നൊക്കെയാണ് RPF പറയുന്നത്. പക്ഷേ ഏത് ട്രെയിനിൽ ആരെപ്പോൾ വയലൻ്റ് ആവും എന്ന കാര്യം നമ്മൾ അറിയില്ല. കൂടുതൽ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യണം, കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും വേണം. ഈ പറഞ്ഞ പോലെ കർശനമായ നിയമം നടപ്പാക്കുക, വേറെ വഴിയൊന്നുമില്ല. സുരക്ഷിത യാത്ര മനുഷ്യരുടെ അടിസ്ഥാന അവകാശമാണ്. ജോലിക്കോ പഠനത്തിനോ വീട്ടിൽ നിന്നിറങ്ങി പൊതുഗതാഗത മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന മനുഷ്യരുടെ ജീവന് ഉറപ്പുവേണം. സുരക്ഷിതമായ, മാന്യമായ, ഭയരഹിതമായ ജീവിതം എന്ന ഏറ്റവും അടിസ്ഥാന ആവശ്യത്തെപ്പറ്റി ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് തന്നെ എന്തൊരു ഗതികേടാണ്. എല്ലാ ട്രെയിനുകളിലും ആവശ്യത്തിനും പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും അപായ സാധ്യത ഉണ്ടായാൽ ഉപയോഗിക്കാവുന്ന ആധുനിക സംവിധാനങ്ങൾ, CCTV, സർവൈലൻസ് എന്നിവയൊക്കെ ഉറപ്പാക്കേണ്ടതാണ്, സംശയമില്ല. ഒരു മോശം സംഭവമുണ്ടായ ഉടൻ സംവിധാനങ്ങൾ ജാഗ്രതയോടെ പെരുമാറുന്നതും ക്രമേണ പഴയപടി ആവുകയും ചെയ്യുന്നത് പതിവായ ഒരു രീതിയായി ഇവിടെ മാറുന്നു. അത് ഇവിടെ തീരട്ടെ. ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന സുരക്ഷിത യാത്രയാണ് കേരളത്തിൽ ഉള്ളതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും ആവർത്തിച്ചുകൂടാ. കാരണം ഒരു പിഴവിൻ്റെ വില അത് ഒരു ജീവൻ തന്നെയാകും. ഇടവേള.